നമ്മുടെ ബൈക്കിന്റെ താഴെ നമുക്കൊരു ചെയിന് കാണിട്ടിട്ടോ. ഇതിപ്പോ എവിടെ കൊടുക്കണ്ടെന്ന് അറിയില്ല. ഗോൾഡ് ആണ് അത്. നമ്മളത് മൂപ്പന്റെ ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ആളുടെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആളൊരു നല്ല മനുഷ്യനെ പോലെ ഉള്ളത് ഇതാണ്. നമ്മള് ചെയിൻ മൂപ്പരെ കൊടുത്തിട്ടുണ്ട്. അത് തപ്പിയിട്ട് അല്ല, അത് അന്വേഷിച്ചിട്ട് ആരെയും വരികയാണെങ്കിൽ ഏൽപ്പിക്കാന്ന് ആള് പറഞ്ഞിട്ടുണ്ട്. കാണുമ്പോ ഒരു നല്ല മനുഷ്യനെ പോലെ ഉണ്ടല്ലേ കൊടുത്തിട്ട് പോയത്. അത് ഗോൾഡ് ആണ്. എന്തായാലും അത് ഇവിടെ വന്നവര് എന്തായാലും അന്വേഷിച്ച് ഇവിടെ വരുമായിരിക്കും. അപ്പൊ ആളെ ഏൽപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആളൊരു നല്ല മനുഷ്യനെ പോലെ തന്നെ ഉണ്ട്. നേരത്തെ ഒരു പേഴ്സ് ഇട്ടിട്ട് ആളിപ്പോഴും എടുത്ത് വെച്ചിട്ട് അവകാശി വരാൻ വേണ്ടി. എന്താ കുടിക്കാൻ വന്നിക്കണേ? ഐസ് പോടാത് അല്ല, എനിക്ക് തമിഴ് അറിയില്ല. കൊഞ്ചം കൊഞ്ചം തെറിയും. ഞാൻ അഡ്ജസ്റ്റ് ചെയ്യണം. എങ്ങനെ എങ്ങനെ നല്ല ഇരിക്കുമാ? ആ എന്നാ ഓക്കെ വെച്ചോ. കറിവേപ്പില എടുത്തെന്നാണ് ചോദിച്ചത്. ആദ്യമായിട്ട് കഴിക്കുന്ന കരിമ്പില് കറിവേപ്പില എടുത്ത് ചോദിക്കുന്നത്. അണ്ണന്റെ കരിമ്പ് ജ്യൂസ് എങ്ങനെയുണ്ട്? നല്ല ചന്തുള്ള ആമ. നല്ല രസമല്ലേ ഇത്? നമുക്ക് ഇങ്ങനെ പിടിക്കാൻ നല്ല രസമാണ്. മൂക്കാണ് പക്ഷെ. ആമന്റെ ഉള്ളു കാണാം. കമോൺ. എന്റെ നാട്ടിൽ സൈഡായി. അമ്മോ എന്റെ അമ്മോയ്. അടിപൊളി പൈപ്പുള്ള റൂമായിട്ട് എത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. നന്നായിട്ടുണ്ട്. കാണിച്ചു തരാം. ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. തൊണ്ടയിലൊരു കിച്ച് കിച്ച്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോന്റെ ഒരു പ്രത്യേകത പറയുമ്പോൾ, ഇന്ന് ഞങ്ങൾ കപ്പിൾസ് ട്രിപ്പാണ് കേട്ടോ. അതായത് എന്താ, ആബിക്കും പാത്തും ഞാനും ഇസാക്കി ഞങ്ങള് മൂന്നാർ പോവാണ്. അപ്പോൾ മൂന്നാറിൽ ഒരു റിസോർട്ടൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അതൊക്കെ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. സർപ്രൈസ് ആട്ടോ. അപ്പോൾ നമ്മൾ പോണതിലൊരു പ്രത്യേകത ഉണ്ട്. കാറിലല്ല കേട്ടോ, ഞങ്ങള് ബുള്ളറ്റിലാണ്. 2 ബുള്ളറ്റിലായിട്ടാണ് പോണത്. ഇവിടുന്ന് മൂന്നാർ വരെ ബുള്ളറ്റ്. 2 ദിവസമാണ് പ്ലാൻ ചെയ്യണത് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ബൈക്കിൽ പോണത് കാരണം എനിക്ക് അധികം വീഡിയോ ഷോട്ടൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടുന്ന് ഇറങ്ങണതും ഫുഡ് കഴിക്കാൻ ഇറങ്ങണവിടെ വെച്ച് വീഡിയോ ഒക്കെ എടുക്കാം. അപ്പോൾ പിന്നെ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. നമ്മള് ഇറങ്ങാനായിട്ട് റെഡി ആയിട്ട് നിൽക്കല്ലേ. 6 മണിക്ക് ഇറങ്ങാൻ നിന്നാണ് 6:30 അത് പിന്നെ നമുക്ക് പറഞ്ഞിട്ടുള്ളതാണല്ലോ ആ ശീലങ്ങളൊക്കെ. യെസ്, നമ്മുടെ റൈഡർ റെഡിയാണ്. അടുത്ത റൈഡറിനെ കാണിച്ചു തരാം. ഇവിടെ നോക്കൂ. നമ്മുടെ നെക്സ്റ്റ് റൈഡർ. അപ്പൊ പോവല്ലേ? അപ്പൊ ഇൻഷാ അല്ലാഹ് ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് എവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. അപ്പോ ഇതാ നമ്മള് പൊള്ളാച്ചിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറിയതാണ്. ഞാൻ ഭൂരി പറഞ്ഞിട്ടുണ്ട്. പിന്നെ മസാല ദോശ അയക്കുക അങ്ങനെ എന്തൊക്കെ പറയണമെന്നാണ് പറഞ്ഞോണ്ടിരിക്കുന്നത്. അപ്പോൾ ഫുഡ് വന്നിട്ട് കാണിച്ചു തരാം. ഇതാ നല്ല വാഴയിലൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇക്ക എന്താ കഴിക്കാൻ പറഞ്ഞിരിക്കണേ? ഇഡ്ലിയോ? ഇഡ്ലി മതിയോ? ഇപ്പൊ നമ്മള് വെജ് ആക്കിയതിന്റെ പ്ലാന് ഹെവി ആയിട്ടൊന്നും വേണ്ട. ലേറ്റ് ആയി കഴിച്ചിട്ട് ബാക്കി നമുക്ക് അവിടെ എത്തിയിട്ട് നല്ലൊരു ഹെവി ആയിട്ട് നമുക്ക് ഒരു പിടുത്തം പിടിക്കണം. അതെ കറക്റ്റ്. ആൾക്കൊക്കെ എന്താ വേണ്ടി കഴിക്കാൻ? നല്ല വാഴയില, പിന്നെ നല്ല ആവി പറക്കണ ചുടുവെള്ളം മതി പറപ്പോ അത് കൊണ്ടൊന്ന് വെച്ചിട്ടുണ്ട്. ഇതാ ആൾക്ക ഇല കഴുകണ ഒരു സെറ്റപ്പാട്ടോ. ഇല ഇങ്ങനെ കേട്ടോ കഴുകണ്ടി. കുറച്ചാക്കി വെള്ളം തെളിക്കുക. അത് അവിടെ ഭൂരി വന്നു. ഭൂരി അടിപൊളി ഭൂരി. അത് ഇക്കാന്റെ ഇഡ്ലിയും വന്ന്. ഇത് തൊട്ടലിയാണല്ലോ. ഞങ്ങളുടെ പ്ലേറ്റിൽ കയറ്റുമ്പോ അത് വരും. അതിന് ആവശ്യമായിട്ടുള്ള കറികളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇക്കാക്ക് ചമ്മന്തി. ഞങ്ങൾക്കും ഉണ്ട് കേട്ടോ ചമ്മന്തി. പൂരിന്റെ കൂടെ കോക്കനട്ട് ചമ്മന്തി കോമ്പിനേഷൻ ആയിരിക്കും. നോക്കട്ടെ. ഞാൻ അടുത്തത് പൊട്ടറ്റോ ഇഷ്ടു. പാത്തു എങ്ങനെയുണ്ട്? സെറ്റല്ലേ? അടിപൊളി. ഓക്കെ സെറ്റ്. ഇക്കാന്റെ ഇഡ്ലി എങ്ങനെയുണ്ട്? കൊള്ളാല്ലേ? അടിപൊളി. നല്ല ചമ്മന്തി മറ്റേ നമ്മുടെ കോക്കനട്ട് ചമ്മന്തി, തേങ്ങ ചമ്മന്തി അത് കൂട്ടിയിട്ടൊന്ന് കഴിച്ചോട്ടെ. ചമ്മന്തിന്റെ കൂടെ ഇട്ടോ കോമ്പിനേഷൻ കുറച്ചുകൂടി. ആബിക്കാന്റെ റോസ്റ്റ്, നല്ല മൊരിഞ്ഞ റോസ്റ്റ്. എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് അല്ലേ? ഉഴുന്നുവട
ഞങ്ങളൊന്ന് കഴിച്ചു കഴിഞ്ഞിട്ട് വരാം. ഒരു കോഫിയും കൂടി പറയട്ടെ. അപ്പൊ നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല പൂരി, റോസ്റ്റ്, നല്ല അടിപൊളി കോഫി. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല റേറ്റ്. ഒരു ഉഴുന്ന് വടക്ക് 15 രൂപയൊക്കെ ആയിരുന്നു അല്ലേ? നല്ല റേറ്റ് ഉണ്ടല്ലേ. നമ്മള് എന്താണ് രണ്ട് പൂരി, 3 റോസ്റ്റ്, ഒരു സെറ്റ് ഇഡ്ഡലി, പിന്നെ 2 കോഫി, 2 ചായ, 3 ഉഴുന്നുവട. ഇതെല്ലാം കൂടിയിട്ട് എത്രയായി? ഏകദേശം 670 റുപ്യന്റെ അടുത്തായി, 700 റുപ്യന്റെ അടുത്തായി. അപ്പൊ ബില്ല് കുറച്ച് കൂടുതലാ. ഈ ഏരിയയിൽ അങ്ങനെ ആയതുകൊണ്ടിരിക്കില്ല. ഇനി നല്ല റെസ്റ്റോറന്റ്, നല്ല ഫുഡ് ആയിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല. ഫുഡ് അടിപൊളിയായിരുന്നില്ലേ? റൈറ്റോ? ഫുഡ് സൂപ്പർ, റൈറ്റ് അതിലും സൂപ്പർ. വലിയ കണ്ടപ്പോ കണ്ണങ്ങട്ട് തള്ളിപ്പോയില്ല. പക്ഷെ ഫുഡ് നന്നായിട്ടുള്ള കാരണം നമ്മൾ അങ്ങനെ ക്ഷമിച്ചു. അതെ, പിന്നെ നമ്മുടെ നാടല്ല, അതൊന്നും പറയാനൊന്നും പറ്റില്ല. എന്നാലും കുഴപ്പമില്ല. അപ്പൊ ശരി, ബൈ. ഇനി എവിടെ നിർത്തണം അവിടെ വെച്ച് കാണാം. ഇരുന്ന് മൂടൊക്കെ വേദിക്കാൻ തുടങ്ങി. ഇനിയും ഏകദേശം 2.5 മണിക്കൂർ ഉണ്ടെന്നാണ് മൂന്നാറിലേക്ക് പറഞ്ഞത്. അപ്പൊ അതാ ഒരു ബ്രേക്ക് എടുക്കാൻ, ഒരു കരിമ്പ് ജ്യൂസ് കുടിക്കാൻ ഇറങ്ങിയതാണ്. എങ്ങനെ നല്ലായിരിക്കുമാ? എന്നാ ഓക്കെ, വെച്ചോ. കറിവേപ്പില എടുത്തെന്നാണ് ചോദിച്ചത്. പൊതിന ഇട്ടോട്ടെ, കറിവേപ്പില വേണ്ട, ചിലപ്പോ അതിന്റെ നല്ല സ്ട്രോങ് ഫ്ലേവർ ആയിരുന്നു. ആദ്യമായിട്ട് കഴിക്കുന്ന കരിമ്പില് കറിവേപ്പില എടുത്തേ ചോദിക്കുന്നത്. എന്തായാലും ഇടാൻ വേണ്ടിട്ടുണ്ട്. 2 എണ്ണത്തിൽ ഇടുന്നില്ല. അപ്പൊ അണ്ണന്റെ കരിമ്പ് ജ്യൂസ് എങ്ങനെയുണ്ട്? സൗണ്ട് എന്താ കുടിക്കാൻ വന്നിക്കണേ? ഐസ് പോടാത്. എനിക്ക് തമിഴ് അറിയില്ല, കൊഞ്ചം തെറിയും. ഞാൻ അഡ്ജസ്റ്റ് ചെയ്യണം. അങ്ങനെ ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ അടിപൊളിയായിട്ടുണ്ടല്ലേ? ബാക്ക് ക്യാമറയിൽ അത് കാണിച്ചോളൂ. ഏകദേശം എത്ര മണിക്കൂറുണ്ട് ഇനി മൂന്നാറിലേക്ക്? ഇനി 2.25 മണിക്കൂർ. ഓ മൈ ഗോഡ്, മൂടിനൊരു വഴിയായി. വണ്ടിയെല്ലാം പോച്ചണ്ണേ. ഇതുപോലെ ഇടയിൽ സ്റ്റോപ്പ് ചെയ്ത് ഒന്ന് റിലാക്സ് ചെയ്ത് പോണം, അല്ലെങ്കിൽ ഭയങ്കര പണി കിട്ടും. കരിമ്പ് ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. കരിമ്പ് ജ്യൂസ് ഇസാക്ക് അങ്ങോട്ട് വായോ, കുടിക്ക് അണ്ണന്റെ കരിമ്പ് ജ്യൂസ്. എങ്ങനെ? നന്നായില്ലേ? ഞാനും കുടിച്ചോക്കട്ടെ. തൊണ്ടാലുണ്ട്, ഐസ് ഇടണ്ടാവാൻ അടുപ്പിച്ചതാ. കുടിച്ചോക്കട്ടെ. അണ്ണേ നല്ല ഇருக்கு. ആവേശത്തിൽ കയറി ബൈക്ക് മതി പറഞ്ഞു. ഇതവളാണ് അതിന്റെ ആളിട്ടാ. ഞാൻ കാറ് മതി എന്നാ പറഞ്ഞ. അപ്പൊ പാത്തിന് ബൈക്കില് റൈഡർ കണ്ണാപ്പി ആവണമെന്ന് ഒരേ നിർബന്ധം. ശരിക്കും റൈഡർ കണ്ണാപ്പി. നമുക്ക് നമ്മുടെ ബൈക്കിന്റെ താഴ്ന്ന് നമുക്കൊരു ചെയിൻ കാണിട്ടിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോ എവിടെ കൊടുക്കണ്ടെന്ന് അറിയില്ല. ഈ കരിമ്പ് ജ്യൂസ് കുടിച്ച ഏട്ടന്റെ അടുത്ത് കൊടുക്കണം, എന്താ ചെയ്യണമെന്ന് അറിയില്ല. ഗോൾഡ് ആണ് ആ ചെയിന്. നമ്മൾ എവിടെ കൊടുക്കും? ഈ കരിമ്പ് ജ്യൂസ് ആൾക്ക് കൊടുക്കണ്ടേ? அப்படியே வச்சிருக்கேன். கீழே விழுந்ததா எடுத்து வரும்னு வச்சிருக்கேன். 10 நாள் ஆச்சு. நல்லது மட்டும் தான் 10 നാൾ ആச்சு. നമ്മളത് മൂപ്പന്റെ ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ആളുടെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആളൊരു നല്ല മനുഷ്യനെ പോലെ ഉള്ളത്. 10 ദിവസവും മുമ്പ് ഒരു പേഴ്സ് കളഞ്ഞിട്ടിട്ട് ആളുടെ കയ്യിൽ ഇപ്പോഴും ക്യാഷ് ഉണ്ട്. അതിന് ഒരു രൂപ പോലും എടുത്തിട്ടില്ല. അതാ പറയുന്നത്. അപ്പൊ ആള് വരാൻ വേണ്ടി, അതിന്റെ ഓണർ വരാൻ വേണ്ടി ആള് ഇപ്പോഴും സൂക്ഷിച്ചിരിക്കുകയാണ്. അപ്പൊ എന്താണ്, നമ്മള് ചെയിൻ മൂപ്പരെ കൊടുത്തിട്ടുണ്ട്. തപ്പിയിട്ട് അല്ല, അത് അന്വേഷിച്ചിട്ട് ആരെയും വരികയാണെങ്കിൽ ഏൽപ്പിക്കാന്ന് ആള് പറഞ്ഞിട്ടുണ്ട്. കാണുമ്പോ ഒരു നല്ല മനുഷ്യനെ പോലെ ഉണ്ടല്ലേ? അല്ലേ? കൊടുത്തിട്ട് പോയത്. അപ്പൊ അതിന് അവകാശികൾ വരുമ്പോ ആളെ ഏൽപ്പിച്ചോളൂ. അത് ഗോൾഡാണ്. എന്തായാലും അത് ഇവിടെ വന്നവരെന്തായാലും അന്വേഷിച്ച് ഇവിടെ വരുമായിരിക്കും. അപ്പൊ ആളെ ഏൽപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആളൊരു നല്ല മനുഷ്യനെ പോലെ തന്നെ ഉണ്ട്.
നേരത്തെ ഒരു പേഴ്സ് ഇട്ടിട്ട് ആളിപ്പോഴും എടുത്തു വെച്ചിട്ട് അവകാശി വരാൻ വേണ്ടി. ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങണം. ഇനി അടുത്തതായിട്ട് എവിടെയാണ് നിർത്തുന്നത് അവിടെ വെച്ച് കാണാം. അപ്പൊ എന്തായാലും ആ സ്വർണത്തിന്റെ കാര്യത്തില് നമ്മുടെ കയ്യിൽ വെച്ചാൽ നമുക്കൊരു സമാധാനക്കേടാ. അപ്പൊ കിട്ടിയ അവിടെ തന്നെ മുപ്പതയില് ഏൽപ്പിച്ചിട്ടുണ്ട്. ഇവിടുന്ന് മിസ്സായെങ്കിൽ ഇവിടെ വന്നവരെന്തായാലും ഇവിടെ അന്വേഷിച്ച് വരുമല്ലോ, അപ്പൊ ആളെ ഏൽപ്പിച്ചോളൂ. അപ്പൊ ഇതാ കുറേ യാത്ര ചെയ്ത് കാട്ടിന്റെ ഉള്ളിൽ കൂടെയൊക്കെ ഇങ്ങനെ വന്ന്, കാട് കഴിഞ്ഞിട്ടൊന്നുമില്ല, ഇനിയും അങ്ങോട്ട് കാടന്നെ. പക്ഷെ ഇവിടെ ഒരു 52 കിലോമീറ്റർ ഉണ്ട് നമ്മുടെ മൂന്നാർക്ക് എത്താൻ. എന്നിട്ട് അവിടെ നിന്ന് ഒരു 9 കിലോമീറ്റർ ഉണ്ട് എന്നാണ് പറയുന്നത് ആൾക്കാർ നമ്മുടെ റിസോർട്ടിക്ക്. യെസ്, നമ്മുടെ റിസോർട്ടിന്റെ ലൊക്കേഷൻ മൊത്തം പാത്തുന്റെ കയ്യിലാണ് അല്ലേ? ആൾക്കാണ് നമുക്ക് വഴി പറഞ്ഞിരുന്നത്. നമുക്ക് ആൾക്ക് പറയണതിലൂടെ പോണ്ട്, എവിടെ എത്തുന്നു അതും അറിയില്ല. അപ്പൊ അവിടെ ഒരു ഇതെന്താ ചെറിയൊരു ചായക്കട അല്ലേ, അങ്ങനത്തെ ഒരു സെറ്റപ്പ്, ഒരു ചായക്കട സെറ്റപ്പ്. റിലാക്സ് ആകാൻ വേണ്ടി നിർത്തിയതാണ്. ഇങ്ങനെ ഇരിക്കാന് കുറച്ച് കണ്ടിരിക്കാൻ സീറ്റിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഇരുന്നതാ. 3 ബ്ലാക്ക് ടീം വന്നിട്ടുണ്ട്. പിന്നെ വണ്ടിയില് നമ്മുടെ ലഗേജ്, നമ്മുടെ ബുള്ളറ്റിന്റെ ബാക്കില് ചുരം കയറുന്ന സമയത്ത് നമ്മുടെ ലഗേജ് കുറച്ച് ലൂസ് ആയിട്ടുണ്ട്. അപ്പൊ അത് അളിയനും ആൾക്കും കൂടെ നിന്ന് തിരക്കിലാണ്. ഞങ്ങൾ ഇവിടെ നമുക്ക് നമ്മുടെ റിസോർട്ട് വരെ അങ്ങനെ പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ പിന്നെ നമ്മൾ കയ്യിൽ പിടിച്ച് പോകേണ്ടി വരും. നടക്കൂല. ഇനി എന്തായാലും റിസോർട്ട് എത്തിയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. അവിടെ എത്തിയിട്ട് കാണാം. ബാക്കി നമുക്ക് നമ്മുടെ റിസോർട്ടിൽ എത്തിയിട്ട് നമുക്ക് കാണാം. യെസ്, അവിടുത്തെ വ്യൂ, അവിടുത്തെ ആംബിയൻസ്. ഞാൻ പറഞ്ഞില്ലേ ഒരു വെറൈറ്റി ഒരു റൂമാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞിട്ടില്ല ഏതാ റൂം എന്ന്, ഞാൻ പറഞ്ഞിട്ടില്ല. നമ്മൾ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. സർപ്രൈസ് ഇൻഷാല്ലാ. അപ്പൊ ഓക്കെ, ബൈ. ഇവിടുന്ന് ഇങ്ങനെ കേറിയപ്പോ വലിയൊരു ആമ ഷോക്ക് വെച്ചെന്നാ വിചാരിച്ച്. പക്ഷെ ആമ ഒരു കടയാണ് തോന്നുന്നു കേട്ടാ. ആമക്കടയാണ്. ദ ടർട്ടിൽ എക്കോ ഷോപ്പ്. ആമ. നിങ്ങളാണോ ആമ കപ്പിൾസ്? ഹലോ മിസ്റ്റർ, ലുക്ക് ഇങ്ങോട്ട് ഇവിടെ നല്ല ചന്തുള്ള ആമ, നല്ല രസമില്ലേ? ഇത് നമുക്ക് ഇങ്ങനെ പിടിക്കാൻ നല്ല രസമാണ്. മൂക്കാണ് പക്ഷെ. ആമന്റെ ഉള്ളു കാണാം. കമോൺ പാക്കുട്ടി, അച്ചുകുട്ടി വാ. എന്റെ നായോ സൈഡായി. അമ്മോ എന്റെ അമ്മോ, എനിക്കൊന്നാത്തു വരൂ. അപ്പോ ഇനിയും ഏകദേശം മൂന്നാറിലേക്ക് 1 മണിക്കൂർ, അവിടുന്ന് ഒരു അരമണിക്കൂറും കൂടി ഉണ്ട് നമ്മുടെ റിസോർട്ടിലേക്ക്. അപ്പൊ പകുതി എനർജിയൊക്കെ പോയതും ഒന്ന് കടന്നടിച്ചാലാണ് ഉഷാറാവുള്ളൂ. അപ്പൊ ഇനി വണ്ടി എടുത്ത് നേരെ പോവാം. അപ്പൊ പിന്നെ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. എല്ലാവരും കേറുമ്പോഴും തന്നെ പറയണ എത്തിയിട്ട് കാണിച്ചു തരാം. പക്ഷെ ഇതൊന്നും വയ്യാണ്ടാവുമ്പോ എല്ലാവരും ഇങ്ങനെ കേറി ഇറങ്ങുകയാണ്, അതുകൊണ്ടാണ്. ഓക്കെ ബൈ. നിങ്ങൾ പിന്നെയും ഇറങ്ങി ഒരു ചായ് കഫേ ഒരു കണ്ടപ്പോ ഇറങ്ങി. അവിടുന്ന് എന്താണ് ഇത് വന്നിട്ട് ക്യാരറ്റ് കേക്ക്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. നിനക്ക് ഏത് ഇഷ്ടമായി? പിന്നെ ബനാന കേക്ക് ക്യാരറ്റാണ് അടിപൊളി. ഭാബിക്ക് ക്യാരറ്റ് കേക്ക് ടേസ്റ്റ് ചെയ്യാൻ പോണം. എനിക്ക് ക്യാരറ്റാണ് ഒന്നുകൂടി ഇഷ്ടമായത്. ഏത് ടേസ്റ്റ്? ക്യാരറ്റ് അല്ലേ? ക്യാരറ്റ് നല്ല അടിപൊളി സാധനം കേട്ടോ. ബനാന നന്നായിണ്ട്, പക്ഷെ ക്യാരറ്റിന്റെ അത്ര എത്തൂല. ഇസാക്ക ഒന്ന് കഴിച്ചു നോക്ക്. ക്യാരറ്റ് കേക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്. ഇസാക്ക ട്രൈ ചെയ്യാൻ പോണു. ഏത് ടേസ്റ്റ്? ക്യാരറ്റ് ആണോ
ബനാനയാണോ? കാറ്റല്ലേ? നല്ല അടിപൊളി ആംബിയൻസ് ഇട്ടോ ഇവിടെ. കണ്ടോ? അടിപൊളിയല്ലേ? സക അപ്പൊ നമ്മള് മൂന്നാറെത്തി. ഫുഡ് കഴിക്കാൻ ഒരു റെസ്റ്റോറന്റ് കയറിയിട്ട് 4 ബിരിയാണി വന്നിട്ടുണ്ട്. തമിഴ്നാടൻ ബിരിയാണി. പ്ലേറ്റ് ഒക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പ്ലേറ്റില് വാഴയിലൊക്കെ വെച്ച് പപ്പടം, സാലഡ്, അച്ചാറൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ബിരിയാണി വന്നിട്ട് കാണിച്ചു തരാം. ഇപ്പൊ നമ്മള് നമ്മുടെ റൂമിൽ എത്തിയിട്ട് നല്ല അടിപൊളി വൈബുള്ള റൂമായിട്ട് എത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. നന്നായിട്ടുണ്ട്, കാണിച്ചു തരാം. അപ്പൊ ഇതാണ് നമ്മുടെ റിസോർട്ട്. ട്രീ ഹൗസ് ആണ് കേട്ടോ. നല്ല രസമില്ല കാണാൻ. ഇതൊരു 3 വീടുകളായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതാണ് ആബിക്ക സെലക്ട് ചെയ്ത വീട്, ഇതാണ് ഞങ്ങൾ സെലക്ട് ചെയ്ത വീട്. ഇത് ട്രീ ഹൗസ് ആണെങ്കിൽ മൊത്തം ബാമ്പു വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഒരു ബാമ്പു ഹൗസ് ആണ് ശരിക്കും പറയേണ്ടത്. അപ്പോൾ ഉള്ളിലോട്ട് പോയി ഇതിന്റെ കാഴ്ചകളൊക്കെ നോക്കിയാലോ. അപ്പോ ഞങ്ങളുടെ റൂം നിങ്ങൾക്ക് ഇഷ്ടമായോ? നല്ല രസമില്ലേ കാണാൻ? നല്ല വൈബുള്ള റൂമല്ലേ? സിമ്പിൾ ആണെങ്കിലും ഇത് നിൽക്കുകയാണ്. എനിക്ക് താഴേക്ക് നോക്കുമ്പോ പേടിയാവുന്നുണ്ട്. അപ്പൊ അവര് നമുക്ക് കോഫി ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ റൂമിനെ കുറിച്ച് പറയാനുള്ളത്? അടിപൊളിയാണ്. അതെ, നമുക്ക് ബാൽക്കണി കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ആംബിയൻസ്, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ആംബിയൻസ് ഒക്കെയാണ്. റൂം ഓക്കെയാണ്. അതെ, വിചാരിച്ചില്ലേ ശരിക്കും ഒരു മരത്തിന്റെ മേലെ ഇത് നിൽക്കണല്ലേ? അതെ, സപ്പോർട്ടായിട്ട് ഇരുമ്പിന്റെ മറ്റേ സ്റ്റീൽ പൈപ്പും കൊണ്ടൊക്കെ എന്തെങ്കിലും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും ചെറിയൊരു ബംബ് ഹൗസ് തന്നെയാണ്. പക്ഷെ നല്ലൊരു ഷിവറിങ് ഉണ്ട്. എന്നാലും ഒരു ചെറുതായിട്ടൊരു ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഷെയ്ക്കിംഗ് ഉണ്ട് കാറ്റിന്റെ. പേടിയൊന്നുമില്ല. റൂം എങ്ങനെയുണ്ട്? നിങ്ങക്ക് ഇഷ്ടമായോ? കണ്ടപ്പോ എന്താ തോന്നുന്നത്? റൂം ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാ. ഞങ്ങക്ക് ഇഷ്ടമായിട്ടോ. നല്ലൊരു ആംബിയൻസ് ഉണ്ട്, നല്ല വ്യൂ ഉണ്ട്. അതെ, ഒരു ബാൽക്കണി കിട്ടിയിട്ടുണ്ട്. ബാൽക്കണി നോക്കുമ്പോ നല്ല റിവർ വ്യൂ ഒക്കെ ഉണ്ട്. അതെ, അത് സെപ്പറേറ്റ് എടുത്ത് കാണിച്ചു. പിന്നെ ഇതൊരു ശരിക്കും ഒരു നല്ല ഹൈറ്റും ഉണ്ട്. ഇതൊരു മരത്തിലാണ് സപ്പോർട്ട് ചെയ്ത് നിക്കണത്. ഏകദേശം 40 അടി 90 അടിയോ 90 അടി എന്താണ് ഇന്നലെ പറഞ്ഞത്. അങ്ങനെയാണ് നിക്കണത്. ശരിക്കും ഇത് മൊത്തത്തിലൊരു ബാമ്പു വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. എല്ലാ സംഭവം മുളയും കൊണ്ടാണ്. ബാമ്പു ഹൗസ് വേണമെങ്കിൽ പറയാം. കംപ്ലീറ്റ്ലി നല്ല രസമുണ്ട് കേട്ടോ. ഇഷ്ടായി. വന്നപാട് നല്ല അടിപൊളി കോഫിയും ടീ ഒക്കെ കിട്ടി. പിന്നെ അടുത്ത് ഇവിടെ പൂളുണ്ട്. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകണല്ലേ? അതെ, അവിടെ കോട്ടൺ ഡ്രസ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല പറഞ്ഞു. നൈലോനാണ് വയസ്സാണ്. ബിക്കോസ് അത് കളർ നമ്മുടെ ഡ്രസ്സിന്റെ കളർ അതിൽ കോട്ടൺ ഡ്രസ് ആയതുകൊണ്ട് അവരത് പറഞ്ഞു. അതുകൊണ്ട് ഇപ്പൊ നൈലോന്റെ ഡ്രസ് നമ്മൾ 1-2 പേര് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഷിംലക്കൊക്കെ വാങ്ങാണ്ട്. അപ്പൊ ഒന്ന് സിറ്റിയിലോട്ട് ടൗണിലോട്ടൊന്ന് പോയിട്ട് വാങ്ങിട്ട് വരാം. അവിടെ 4-5 കിലോമീറ്റർ ഉണ്ട്. അപ്പൊ പൂളിലേക്ക് ഇറങ്ങുമ്പോ അതും കാണിച്ചു തരാം. ഇഷ്ടായിട്ടോ? ഞങ്ങൾക്ക് ഇഷ്ടമായി. നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് കമന്റില് അഭിപ്രായം നിങ്ങൾ അറിയിക്കാം. ഡിസപ്പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ഇവിടെ വൈഫൈ ഈ ഭാഗത്ത് ലാസ്റ്റ് കോർണർ എടുത്ത റൂമാ. ഇവിടെ സിഗ്നൽ വരുന്നില്ല. അതായത് ഈ ബാംബു ഹൗസ് ഒരു 3 ഉള്ളൂ ഇവിടെ. അടുപ്പിച്ച് 3. ഫസ്റ്റ് ഞങ്ങളുടെ വന്നിട്ട് ഞങ്ങളുടെ 3ാമത്തെയാണ്. ഫസ്റ്റത്തെ 2 എന്താ വൈഫൈ ഉണ്ട്. ആബിക്കാന്റെ തൊട്ട റൂമാണ്. അവരുടെ അവിടെയും വൈഫൈ ഉണ്ട്. ഞങ്ങളുടെ ഇവിടെ മാത്രം കണക്ഷൻ കിട്ടുന്നില്ല. റേഞ്ച് എത്തുന്നില്ല. അപ്പൊ അത് കുഴപ്പമില്ല. എന്താ വെച്ചാൽ 5G റേഞ്ച് ഉണ്ട്. നമ്മുടെ സിമ്മില് അൺലിമിറ്റഡ് നെറ്റ് ഒക്കെയാണ് ഉള്ളത്. അൺലിമിറ്റഡ് നെറ്റ് ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. നമുക്കിത് അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടുള്ളൂ. 5G നെറ്റ്വർക്കുകളുണ്ട്. ബാക്കിയൊക്കെ ഇടക്കൊന്നും ഇങ്ങനെ ഇളകുമ്പോ ഒരു ഉള്ളിനുള്ളിൽ ഒരു പേടിയുണ്ട്. എന്നാലും ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ? ഇവിടെ ഒരു ഇതിന്റെ ഇഷ്യൂ ആണെങ്കിൽ അവിടെ വേറെ അപ്പുറം നമ്മുടെ വളീന്റെ റൂമിൽ അവർക്ക് ഫാന് വർക്ക് ചെയ്യുന്നില്ല പറഞ്ഞു. അതും ഒരു പോയിന്റ് ഉണ്ടായിരുന്നു. അതിപ്പോ ഒരു തൽക്കാലം ഒരു ടേബിൾ ഫാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ആ ഒരു പ്രോബ്ലം സോൾവ് ആയി. അപ്പൊ അത്രേ ഉള്ളൂ. ബാക്കി വിശേഷങ്ങൾ നീ കാണിച്ചു തരാം. അപ്പോൾ ഇത് നല്ല ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുക കേട്ടോ. നല്ല യാത്രയൊക്കെ ചെയ്തിട്ട് വന്നായിരുന്നു. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഉറങ്ങി എണിച്ചപ്പോൾ രാത്രിയായിട്ട്. അപ്പോൾ ഇതാ ഡിന്നറൊക്കെ കഴിക്കാൻ പുറത്ത് നല്ല തണുപ്പുണ്ട്. അതുകൊണ്ട് ഷൊട്ടറൊക്കെ ഇട്ടിട്ട് ഇത് ഇറങ്ങാൻ നിൽക്കുകയാണ്. പിന്നെ അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം.
ഇത് ഫുഡ് കഴിക്കാൻ ഹോട്ടലിലേക്ക് വന്നിട്ടുണ്ട്. എല്ലാരും അൽഫാമാണ് പറയുന്നത്. അൽഫാമും കുബൂസ് മന്തിയാണ് ഉദ്ദേശിച്ചത്. പക്ഷെ മന്തി റൈസ് ഇവിടെ കഴിഞ്ഞത് കാരണം അൽഫാം മാത്രമുള്ളൂ. അപ്പൊ നമ്മുടെ അൽഫാം എത്തിയിട്ടുണ്ട്. 2 നോർമൽ അൽഫാമും 2 പെരി പെരി. അതാണ് കേട്ടോ പണിട്ടുണ്ടായിരുന്നത്. ഇട്ടോളൂ ഇസാക്ക. എന്റെ പ്ലേറ്റിലേക്ക് ഒരു പീസ് ഇട്ടു. ഒരു കുബൂസ്, കാക്ക ഒരു കുബൂസ്, എനിക്കൊരു ലെഗ്, കാക്ക് ജസ്റ്റ് കുറച്ച് മയോണൈസ്, പിന്നെ കുറച്ച് സാലഡ്. ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു പീസ് അൽഫാം. നല്ല ചൂടുണ്ട്. നോക്കി നല്ല അൽഫാം അടിപൊളി കേട്ടോ. ഫുഡ് ഉച്ചക്ക് ബിരിയാണി അത്ര പോലെയത് സെറ്റായി. രാത്രിക്ക് പിടിക്കാം. അപ്പൊ എനിക്ക് കഴിച്ചോണ്ട് വേണം. അപ്പൊ ഡിന്നർ കഴിച്ചപ്പോഴാട്ടോ കുറച്ച് ഉഷാറൊക്കെ വന്നത്. ഉച്ചക്കത്തെ ബിരിയാണി ഞാൻ കുറച്ചും കൂടി എക്സ്പെക്ട് ചെയ്തു, പക്ഷെ അത്രക്ക് അങ്ങോട്ട് വന്നില്ല. ഒരു നെയ്ച്ചോറും ചിക്കൻ കറിയും മിക്സ് ചെയ്ത പോലത്തെ ഒരു ബിരിയാണി. ഞാൻ തമിഴ്നാട് ബിരിയാണിയാണ് പ്രതീക്ഷിച്ചത്, പക്ഷെ അങ്ങനത്തെ ഒരു സ്റ്റൈലിലായിരുന്നില്ല. വേറൊരു സ്റ്റൈൽ ബിരിയാണി ആയിരുന്നു. പക്ഷെ ഇപ്പൊ കഴിച്ച അൽഫാം എങ്ങനെ ഉണ്ടായിരുന്നു? അൽഫാം നന്നായിട്ടുണ്ടായിരുന്നു. ഉച്ചത്തേനും കാട്ടി ഫുഡിനെ കാട്ടി നന്നായിട്ടുണ്ടായിരുന്നില്ലേ? നല്ല ജ്യൂസി അൽഫാം ആയിരുന്നു. വയറ് നിറഞ്ഞു. അൽഹംദുലില്ലാ. മന്തിയാണ് കഴിക്കണം പറഞ്ഞത്, പക്ഷെ മന്തി റൈസ് ഇവിടെ കഴിഞ്ഞത് കാരണം അൽഫാമും കുബൂസും പൊറാട്ടയൊക്കെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തു അല്ലേ? കഴിച്ചതിന്റെ ക്ഷീണം. പക്ഷെ ഒരു ഉഷാറ് വന്നു. ഞാൻ കഴിക്കണേ മുമ്പ് ഇതിനെക്കാട്ടി ടയർഡ് ആയിരുന്നു. കഴിച്ചപ്പോ കുറച്ചും കൂടി ഉഷാറ് വന്നു. കഴിക്കണേ മുമ്പ് ഉഷാറായിരുന്നു, കഴിച്ചപ്പോ ടയർഡായി. അപ്പൊ ഇനിയിപ്പോ പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല. റൂമിൽ പോയി ഉറങ്ങാം, നാളെ എണീക്കാം. നാളെയാണ് ഇനി എങ്ങടൊക്കെ പോണത് ഇല്ലേക്കാ? നാളെ രാവിലെ അല്ലേ? അപ്പൊ ഇനി നാളെ രാവിലെ കാണാം. ഓക്കെ, ബൈ.